ഈ രണ്ട് വലിയ അതിഥികൾ കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു, നമ്മളെല്ലാം കണ്ടതാണ്. ഓ, നമ്മുടെ തരികിട സാബുവും പിന്നെ നമ്മുടെ എന്താ അവർക്കൊരു പേരില്ലല്ലോ, അലക്സാണ്ടർ രാജകുമാരിയോ എന്തോ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അയ്യോ അയ്യോ അയ്യോ, എന്നാണ് ആ ശ്വേതാ മേനോൻ അലക്സാണ്ടർ രാജകുമാരിയുടെ അത്രയും വലുതായതെന്ന് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അവർ സ്വയം അങ്ങ് ലേബിൾ അടിച്ച് ഒട്ടിക്കുന്നതല്ലേ. ഇപ്പം അത് തന്നെയാണല്ലോ ബിഗ് ബോസിൽ ചെയ്തുകൊണ്ട്. ഇവൻ ലോകത്തരികിടെ കേട്ടോ, അവിടെ നിന്ന് ഇങ്ങനെ നല്ല കമ്പനിയായിട്ടൊക്കെ സംസാരിച്ചിട്ട് പോയിട്ട് ഇന്നലെ വന്നിട്ട് മറ്റേ ഓൺലൈനിൽ വന്ന പോലെയാണ് മറ്റേ വീഡിയോ കാണിച്ചിട്ട് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് കീറുകയാണ്, പറയുകയാണ് ഇത് അമ്മണി ലോഡ്ജ് പോലെയായിരുന്നെന്ന്. ഇവിടെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം അത് പറയും. ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺ ടാസ്ക് അല്ല. കഴിഞ്ഞ സീസണിലൊക്കെ അത് ഭയങ്കര സീരിയസ് ആയിരുന്നു, ഭയങ്കര സീരിയസ് ടാസ്ക്കാണ്. നിങ്ങളിങ്ങനെ ഫണ്ണാക്കാൻ പാടുണ്ടോ കൊണ്ണാക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ ലാലേട്ടൻ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ പറഞ്ഞാണ് കറക്റ്റ്, 5 സ്റ്റാർ ഹോട്ടൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 സ്റ്റാർ ഹോട്ടൽ ഇങ്ങനെയാണോ? ഒരാൾ ഇപ്പോൾ മുതലാളിമാർ ഒരു കാര്യം പറയണം, മുതലാളിമാരുടെ ആറ്റിറ്റ്യൂഡ് പോലെയാണ് ആ ഹോട്ടൽ പ്രവർത്തിക്കുക. അല്ലാതെ വരുന്ന ഗസ്റ്റ് ഇപ്പോൾ തുണി അഴിച്ചിട്ട് ആടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ സമ്മതിക്കത്തൊന്നുമില്ല. ഒരുപാട് മലയാളികൾ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ വളിപ്പ് പരിപാടികൾ കാണിക്കരുത്. ഈ ദുബായിലും ഷാർജയിലും മറ്റേ UAE-യിലും അബുദാബിയിലും മറ്റേ ഒമാനിലും ഖത്തറിലും കുവൈറ്റിലും ഒരുപാട് സ്ഥലങ്ങളിൽ മലയാളികൾ, UK-യിൽ പോയിട്ട് US-ൽ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മലയാളികൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല എന്ന് പറയാറില്ലല്ലോ. അതുപോലെ മലയാളികൾ ഹോട്ടലിലായിട്ട് ജോലി ചെയ്യാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങളിങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇറക്കുമ്പോൾ ഒരു സണ്ണി സൈഡ് ആണ് വന്ന് ഓർഡർ ചെയ്യുന്നത്. വേറെ വല്ലതും ഓർഡർ ചെയ്തൂടെ? വേറെ ഒന്നും അറിയില്ല ഈ മരുന്ന്. ഇവൻ തരികിട സാബു എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവൻ ആ ക്വാളിറ്റിയേ ഉള്ളൂ. ഇന്ന് മറ്റേ രജനീകാന്തിൻ്റെ കൂടെ അഭിനയിക്കുന്നു, മറ്റേ ഇയാളുടെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്നു, അല്ല അമിതാഭ് ബച്ചൻ്റെ കൂടെ അഭിനയിച്ചാൽ ഇവൻ ആ ക്വാളിറ്റിയേ വരുള്ളൂ. ഇവൻ വന്നിട്ട് വലിയ മറ്റേ ഡയലോഗൊക്കെ അടിച്ച് പോയിട്ട് ഇന്നലെ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതൊക്കെ ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റാണ്. പക്ഷേ ആ സ്ക്രിപ്റ്റ് ആയാലും അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ നിന്നു കൊടുക്കാതെ ആണുങ്ങളെ പോലെ ജീവിക്കടാ. ഇത്രയും കാശൊക്കെ ഉണ്ടാക്കിയില്ലേ, ഓരോ സിനിമയിലൊക്കെ അഭിനയിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, കുറേ കാശൊക്കെ ഉണ്ടാക്കി. ഇപ്പോഴും ആ ബിഗ് ബോസിൻ്റെ മൂടും താങ്ങി ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഒരു 3 മാസം മുമ്പ് വന്നിട്ട് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യരുത്. ഈ ഓൺലൈനിൽ വരുന്ന പപ്പരാശി ഇയാളാണ് പപ്പരാശി കണ്ടുപിടിച്ചത്. ഇവൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ പോയിട്ട് ആൾക്കാരെ പറ്റിക്കുക, എന്നിട്ട് തെറിയും അടിച്ച് പോരുക. അതാണ് ഇവൻ്റെ പരിപാടി. ഇപ്പോൾ ഭയങ്കര മറ്റേ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മേടിച്ച പോലത്തെ ഗെറ്റപ്പിലും മറ്റേ ബിൽഡപ്പിലുമാണ് നടക്കുന്നത്. എൻ്റെ ഭായി, നീയൊക്കെ എന്നാവാ ഇനി നന്നാവുക? നിങ്ങളൊക്കെ എന്നാണ് ഇനി നന്നാവുക? ഒരു ഹോട്ടൽ ടാസ്ക് എന്ന് പറയുമ്പോൾ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ, മുതലാളിമാർ അല്ലെങ്കിൽ HR പറയുന്നത് കേട്ടിട്ട് അടിമയെ പോലെ ജോലി ചെയ്യുന്നവരാണ് ഹോട്ടൽ ജോലിക്കാർ. അല്ലാതെ ഹോട്ടലിലെ ജോലിക്കാർ സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് അവിടെ പോയിട്ട് മറ്റേ ചാടിക്കളിക്കുകയല്ല. ഇത് ഫൺ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? പിന്നെ ഹോട്ടൽ എന്ന് പറയണ്ട, നിങ്ങൾ മറ്റേ വ്യഭിചാരശാലയെന്നോ അല്ലെങ്കിൽ മറ്റേ വെടി വഴിപാടെന്നോ അങ്ങനെ വല്ലതൊക്കെ പറയും. അല്ലാതെ ഹോട്ടൽ എന്ന് പറയരുത്. ഹോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്, കുറേ അടിമകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇന്നും അങ്ങനെയാണ്. നിങ്ങളല്ലാതെ അവിടെ മറ്റേ സോഷ്യലിസം ഉണ്ട്, അവിടെ ആനയുണ്ട് അണ്ടിയുണ്ട് എന്നുള്ള ഇതൊന്നും വിളമ്പിട്ട് കാര്യമില്ല. നമ്മളൊക്കെ കണ്ടുള്ളതാണ് ഹോട്ടൽ. ഇതെന്താ നാട്ടിലെങ്കിൽ ഹോട്ടലില്ലേ? നമ്മുടെ കേരളത്തിലുള്ള ഹോട്ടൽ വ്യത്യാസമായിരിക്കും. കാരണം അവിടെ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, മറ്റേ ഇതുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, ആനയുണ്ട് അണ്ടിയുണ്ട്. പക്ഷേ ലോകം മൊത്തം നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ ഈ ബട്ട്ലർ സർവീസ് എന്നൊക്കെ പറയുന്ന സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹയാത്ത് റീജൻസിയിലോ അല്ലെങ്കിൽ മറ്റേ ബുർജ് അറബിലോ ബുർജ് ഖലീഫയിലൊക്കെ താമസിച്ചിട്ടുണ്ടോ? എന്ത് വക വർത്താനമായി ഇത്? ഒരു അമ്മണി ലോഡ്ജ് പോലെയായിരുന്നു. മറ്റേ ആർമി ബാരാക്ക് ആണ്, ആർമി ഇതാണ് ഇവരുടെ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ അല്ലാതെ ഈ ജാസ്മിനെ പോലത്തെ ആളിനെ ഒരു ഹോട്ടലിൽ ജോലിക്ക് എടുക്കുമോ? തൂക്കാൻ പോലും എടുക്കില്ല ആ ശവത്തിനെ. അല്ലാതെ നിങ്ങൾ പറയാൻ വരുന്നത് എന്താ? വലിയ സപ്പോർട്ട് നോറയ്ക്കും മറ്റേ ജാസ്മിനും പിന്നെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ജിൻഡോ പിന്നെ റീസണബിൾ ആയിട്ടുള്ള ആളാണ്. എന്തൊരു ബയാസ്ഡ് പരിപാടിയാണ് ഇത്! എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊല്ലം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കഴിഞ്ഞ കൊല്ലമൊക്കെ എന്ത് രസമായിട്ട് പോയതാ. എന്ത് വക വെളിപ്പാണ് പറയുന്നത്? ഇതേ മോഹൻലാൽ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ വെച്ച് നടത്തുന്നതാണ്, നമ്മൾ ഇങ്ങനാണോ ഗസ്റ്റിൻ്റെ അടുത്ത് പെരുമാറുന്നത്, അതായതാന്ന് പറഞ്ഞിട്ട് ഈ പ്രാവശ്യം പറയുന്നത് നിങ്ങൾ മറ്റേ ഫണ്ണാക്കണ്ടേ? നിങ്ങൾ പോയി മറ്റേ വേറെ വല്ല തെറിയും പറഞ്ഞു പോകും നമ്മൾ. എന്ത് വർത്തമാനമാണിത്? എന്ത് പറഞ്ഞാലും ഉടനെ ഒരു മാറ്റി പിടിക്കുക എന്നുള്ളതുകൊണ്ട് എല്ലാം മറ്റേ മാറ്റമാണ്. അപ്പോൾ അൻസിബയെ കുറ്റം പറയണം, ഋഷി പറയുന്ന വാക്കുകളൊക്കെ വളരെ മോശപ്പെട്ട വാക്കുകളാണ്. പക്ഷേ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കുഴപ്പമില്ല. ജാസ്മിന് ഊളെന്ന് വിളിക്കാം, പട്ടിന്ന് വിളിക്കാം, എൻ്റെ തന്തയല്ല, എൻ്റെ ഇതല്ല, പോടാ കരിഞ്ഞാണെ, കാക്ക, കുരുവി, കൊക്ക്, മയില്, എന്ത് വേണേൽ ആ ഊളയ്ക്ക് വിളിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു വീക്കെൻഡ് ആകുമ്പോൾ ഒരു ലാലേട്ടൻ. ഇപ്പോൾ ഈ ആഴ്ച ഗബ്രി ഇല്ലാഞ്ഞിട്ട് തന്നെ ഇങ്ങനെ. ഇനി ഗബ്രി കൂടെ ഉണ്ടാകുന്നെങ്കിൽ നമ്മളൊക്കെ കൂടെ ഇത് കത്തിച്ചാണ് ഈ പരിപാടി. എന്ത് വൈദ്യ വെറുപ്പിക്കലിന് ഒരളവില്ലേ?
അൻസിബേനെ മറ്റേ ഇവരെയൊക്കെ കുറ്റം പറയാനായിട്ട് അപ്സരേനെ പൊക്കി പിടിച്ച് കിടക്കുക. അപ്സര എന്ത് കാണിച്ചിട്ടാണ്? അപ്സരയുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവം മറ്റേ അവളൊരു ഡാൻസ് ചെയ്തല്ലോ മറ്റേ ഋഷിയുടെ ഇത് ചെയ്തിട്ട് അവളുടെ മുഖത്ത് കണ്ടത് നവരസമാണോ? ഒറ്റ ചിരി അത്രേ ഉള്ളൂ. മറ്റേ അമൽ ബേബി എന്നൊക്കെ പറയുന്നത് ആനച്ചന്തം, അതാണ് അപ്സര എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ അപ്സരയും അൻസിബയും തമ്മിലുള്ള ക്ലാഷ് ഒന്നുകൂടെ ഒന്ന് ഏരി കയറ്റിയിട്ട് പിന്നെ ഋഷീനെയൊക്കെ കയറ്റി വിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്താണ് ഇവന്മാർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്? അത് കുറച്ചെങ്കിലും ഒരു നാച്ചുറലായിട്ട് കുറച്ചൊരു ഇതായിട്ട് വരണ്ടേ പരിപാടി? ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചെങ്കിലും ഒരു എന്താ പറയണ്ടേ, ആൾക്കാർ കാണുമ്പോൾ ഒരു ഇഷ്ടപ്പെടണ്ടേ? ഇത് ഉള്ള ആൾക്കാരെ കൊണ്ടൊക്കെ വെറുപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണിത്? ഋഷി പറയുന്ന മൊത്തം മോശപ്പെട്ട വാക്കുകൾ. ഇടയ്ക്കിടയ്ക്ക് ഷിജോയെ വിളിച്ച് എന്താണ് ഷിജോ, പറയൂ ഷിജോ, പറയൂ ഷിജോ, ഇങ്ങനെ വളവളവളാന്ന് പറയും. പിന്നെ സീക്രട്ട് ഏജൻറ്റിനെ ഒന്ന് ഇതാക്കി. സീക്രട്ട് ഏജൻറ്റ് കല്ല് കിട്ടി അയാൾ പറഞ്ഞു, അയാൾ ഇതിൽ പറഞ്ഞു, ക്യാമറയിൽ പറഞ്ഞു, എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് അറിയണമെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ അവസാനം വരെ ഞങ്ങൾ ചോദിക്കുന്നവരെ ഇത് റിവീൽ ചെയ്യരുത്. ശരി, അയാൾ റിവീൽ ചെയ്തു. ഇപ്പോൾ എന്താ സംഭവിച്ചതിന്? ഇതാണോ സീക്രട്ട് ഏജൻറ്റ് അല്ലേ? ഭയങ്കര തമാശയായി. അയാൾ നാണം കെട്ട്, സീക്രട്ട് ഏജൻറ്റ് സായികൃഷ്ണ അങ്ങ് നാണം കെട്ട് ആകെ ഇതായി പോയെന്ന് മറ്റേ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് ചിരിക്കുക പുള്ളി. അയ്യേ, എന്താണ് ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നത്? ഇത് ഭയങ്കര വെളുപ്പാണ് ഇവന്മാർ. ഈ ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്ത് ഹോട്ടലിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കിയിട്ടാണ്? എന്ത് തേങ്ങയാണ് ഇവന്മാരൊക്കെ ഇത്രയും പോയിട്ട് ഓസിന് കഴിക്കുമ്പോഴേ അങ്ങനെ സംഭവിക്കുള്ളൂ. കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കഴിക്കണേ, കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് മറ്റേ സീക്രട്ടായിട്ട് പോയിട്ട് കഴിക്കണം. അല്ലാതെ അവിടെ പോയി മറ്റേ സ്റ്റാർ പരിപാടി യൂസ് ചെയ്തിട്ട് വേറെ ആരെ കൊണ്ടെങ്കിലൊക്കെ ബില്ല് പേ ചെയ്ത് കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. പോയിട്ട് സണ്ണി സൈഡ് ഫണ്ണി സൈഡ് എന്നൊക്കെ പറയേണ്ടി വരും. ഇതാണ് അവൻ്റെ ഏറ്റവും വലിയ ഓർഡർ. അത് മനസ്സിലാവാത്തവൻ ഒരു ഋഷി. അത് പോയിട്ട് ചോദിച്ചത് അൻസിബയോടാണ്. അപ്പോൾ അൻസിബയുടെ ക്വാളിറ്റി നിങ്ങൾ നോക്കണം. അൻസിബയ്ക്ക് അതൊക്കെ അറിയാം. ഋഷി പോയിട്ട് ചോദിച്ചത് അൻസിബയോടാണ്. ഋഷി കുറച്ചൊക്കെ അൻസിബയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, അതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞ് അതുകൊണ്ട് മാത്രം അവൻ വേസ്റ്റാന്ന് മറ്റേ ഇതില്ലാത്ത ക്യാപ്റ്റൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ജാസ്മിനൊക്കെ എന്തായിരുന്നു? ജാസ്മിന് പറഞ്ഞ വാക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ അവളെ പുറത്താക്കേണ്ടത് ഇപ്പോഴും വെച്ച് വാഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ രശ്മിൻ. എന്തിനാണ് വെച്ചേക്കുന്നത് അവിടെ? നിങ്ങൾ പുറത്ത് കളഞ്ഞിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുപോയി 20 ദിവസം 30 ദിവസം നിന്നാലും നല്ല രീതിയിൽ നിൽക്കുന്നവരാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ ഇതാ ബെസ്റ്റ് ക്യാപ്റ്റൻ നിൽക്കുന്ന കണ്ടില്ലേ, വയറും തള്ളി ഇതും തള്ളി ഇതാ കുലുങ്ങുന്ന കണ്ടില്ലേ. ഇവളാണ് മറ്റേ NCC പാപ്പൻ മറ്റേ ആർമി, ഇവൾ മറ്റേ NCCയിൽ ഭയങ്കര സംഭവം, മറ്റേ ഇന്ത്യയിൽ ഏറ്റവും നല്ല മറ്റേ NCC കാഡറ്റ് അണ്ടിയാണ് അണ്ടി. എന്നിട്ട് ഇവളെ മറ്റേ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അൻസിബയെ മറ്റേ ഇതാക്കി കാണിക്കുക. രശ്മിനും ജാസ്മിനും തമ്മിൽ അടിയായപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ഷോ കാണിച്ചതാണ് അപ്സര. ശരിക്കും അതാണ് സംഭവിച്ചത്. നമ്മളെല്ലാം കണ്ടതാണ് ലൈവ്. ഈ ലൈവ് കാണാത്ത ലാലേട്ടൻ എന്തിനാണ് ഇത് അഭിപ്രായം പറയുന്നത്? രശ്മി ചോദിച്ചത് സത്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇയാളോട് ഇങ്ങനെയൊക്കെ ചെന്ന് ചോദിക്കണമെന്ന് തോന്നുന്നു. എന്നിട്ട് ചുമ്മാതെ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഇമ്മാര് വെറുപ്പിക്കൽ. ഒരു അർജുനും ഉണ്ട്, ഒരു ശ്രീതും ഉണ്ട്. അയ്യോ, എന്തൊരു ഡാൻസായിരുന്നു ആ ശ്രീതു. ഇത്രയും നല്ലൊരു ഡാൻസർ. അവളെ കൊണ്ട് എന്ത് രസമായിട്ട് പാട്ട് ഇന്നലത്തെ പരിപാടി കാണിക്കായിരുന്നു. അത് മൊത്തം ഒളിപ്പാക്കി. മറ്റേ കോല് പോലെ നിൽക്കുന്ന ഒരു കൊണാപ്പൻ, അതാണ് അർജുൻ. എന്ത് ആൾക്കാരൊക്കെയാണ്, എവിടെ നിന്ന് കിട്ടിയാപ്പാ? അയ്യോ, നിൽക്കുന്ന കണ്ടില്ലേ അപ്സരസ് ഒരു പാവം മറ്റേ ഇവളെ പുറത്താക്കി ശരണ്യെ. ഇനിയിപ്പോൾ ഇന്നാരും പുറത്താവുമെന്നറിയില്ല. എന്താ വേണേലും വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ഇൻ്റർനാഷണൽ വെറുപ്പിക്കലാണ് ഈ പരിപാടി ഈ കൊല്ലം.